അടുത്തത് ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബ്ലോക്ക് കണ്ടുപിടിക്കാം, ഏത് ബ്ലോക്കിനകത്താണ് ആ എലമെന്റ് വരുന്നതെന്ന് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എഴുതാണ് കേട്ടോ. സോഡിയം അറ്റോമിക് നമ്പർ ഇസ് 11. ഓക്കെ, നമ്മളെങ്ങനെ എഴുതും? 1s2 2s2 2p6 3s1. ഇങ്ങനെയാണ് 11 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയത്. ഇത് വന്നേക്കുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തേക്കുന്ന ഏത് ബ്ലോക്കിലാണ്? എസ് ബ്ലോക്കില്. അപ്പൊ നമുക്ക് നോക്കാം, സോഡിയം വരുന്നത് ഏത് ബ്ലോക്കിലാണ് വരുന്നത്? എസ് ബ്ലോക്കിലാണ് സോഡിയം വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് ഇലക്ട്രോണിനകത്താണോ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിനകത്താണോ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് അത് വെച്ച് നമുക്ക് ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എലമെന്റ് ബെറീലിയം, അതിന്റെ കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. 1s2 2s2. ഓക്കെ, ഏത് ബ്ലോക്കാ വരുന്നത്? ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് എസിലാണ്, സോ എസ് ബ്ലോക്ക്. സോഡിയം നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. 1s2 2s2 2p6 3s1. അഗെയിൻ എസ് ബ്ലോക്ക് ആണ്. ആൻഡ് ഓക്സിജൻ 8 ആണ്. അപ്പൊ 1s2 2s2 2p4 ആയിട്ടുണ്ട്. ബാക്കി 4 വരും. ടോട്ടൽ 8. ഏത് ബ്ലോക്കിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത്? പി. ആൻഡ് ക്ലോറിൻ 1s2 2s2 2p4 ആയിട്ടുണ്ട്. ബാക്കി എത്ര വരണം? 17. 2p6 3s2 3p 12 5. ഓക്കെ, 5 ഇലക്ട്രോൺസ് ആണ്. അത് ഫില്ല് ചെയ്തിരിക്കുന്ന പി ആണ്. ഏത് ബ്ലോക്ക് ആയിരിക്കും വരിക? പി ബ്ലോക്ക് ആണ് വരിക. ആൻഡ് സ്കാൻഡിയം ഞാൻ ഇവിടെ എഴുതാട്ടോ. സ്കാൻഡിയം 21. അഗെയിൻ 1s2 2s2 2p6 3s2 3p6 അല്ല, ആൻഡ് 4s2 3d1. ഏതിലാണ് ലാസ്റ്റ് ഫില്ല് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ? ഡി. ഫെറീലിയം 3d1 ആകുമ്പോ 21 ആണ്. അപ്പൊ 3d 1s2. അയൺ 26. 1s2 2s2 2p6 3s2 3p6 4s2 20 and 3d5. ഓക്കെ, അപ്പൊ ഏത് ഇലക്ട്രോണിന്റെ വരികയാണ്? 6 6 ആണ്. 26 ആണ്. സോ 6 ഡി ഇലക്ട്രോണിനാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. സോ അത് ഏത് ബ്ലോക്കിനകത്ത് വരും? ഡി ബ്ലോക്കിനകത്ത് വരും. നമുക്ക് 1 2 ചെക്ക് ചെയ്ത് നോക്കാം. അയൺ വരുന്നത് ഡി ബ്ലോക്കിനകത്താണ് കേട്ടോ. അയൺ വരുന്നത്. അടുത്ത ക്ലോറിൻ വരുന്നത് പി ബ്ലോക്കിനകത്താണ്. ക്ലോറിന്റെ ഇവിടെ കിടക്കുന്ന എലമെന്റ് ആണ് പി ബ്ലോക്ക്. പിന്നെ സ്കാൻഡിയം വരുന്നത് ഡി ബ്ലോക്കിലാണ്. സ്കാൻഡിയം അടക്കുന്നുണ്ട് കേട്ടോ. ഡി ബ്ലോക്കിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ ഫില്ല് ചെയ്തിരിക്കുന്നത് അതിനെ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏത് ബ്ലോക്കിലാണ് ഇത് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് എസ് ബ്ലോക്ക് വരുന്നത് ആദ്യത്തെ 1 and 2 ആണ്. പി ബ്ലോക്ക് വരുന്നത് 13 to 18. ആൻഡ് ഡി ബ്ലോക്ക് വരുന്നത് 3 to 12 ആണ്. എഫ് ബ്ലോക്ക് സെപ്പറേറ്റഡ് ആണ്. നമുക്കറിയാം ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് അല്ലെ. ഇനി നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് പഠിച്ചു. പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുന്നത് നെക്സ്റ്റ് നോക്കാം. ഫോർ എക്സാമ്പിൾ മെഗ്നീഷ്യത്തിന്റെ കേസ് എടുക്കുവാണ് ഞാൻ. മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പീരിയഡ് നമ്പർ ആണ്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഷെൽ ഇലക്ട്രോൺ എവിടെയാണോ ഷെൽ ചെയ്തിരിക്കുന്നത് അത് ബ്ലോക്ക്. അപ്പൊ ഇത് ഏത് ബ്ലോക്ക് ആണ്? എസ് ബ്ലോക്ക് ആണ്. ആൻഡ് ഇവിടുത്തെ നമ്പർ എത്രാമത്തെ നമ്പറിലാണ് ഷെല്ലാണ് വരുന്നത് അനുസരിച്ചിട്ടാണ് നമ്മുടെ പീരീഡ് കണക്കാക്കുക. അപ്പൊ ഇവിടുത്തെ പീരീഡ് എത്രയായിരിക്കും വരുന്നത്? 3. നമുക്ക് മെഗ്നീഷ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പീരിയോഡിക് ടേബിളില് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പീരിയോഡിക് ടേബിൾ ഇതാ ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡിലാണ് ആര് വന്നിരിക്കുന്നത്? മെഗ്നീഷ്യം വന്നിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നതിന്റെ നമ്പർ ഏതാണോ അതാണ് അതിന്റെ പീരീഡ് നമ്പർ ആയിട്ട് കണക്കൂട്ടുക. ഇനി 3 എലമെന്റ്സിന്റെ നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്.